നമസ്കാരം. മുഖ്യമന്ത്രിയാകാനില്ലെന്ന് തരൂർ, താരപ്രചാരകനാകാൻ ശശി തരൂർ റെഡിയാണ് താനും. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ധാരണകളിലേക്ക് കോൺഗ്രസ് പാർട്ടിയും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും എത്തിച്ചേരുകയാണ്. പക്ഷെ അവിടെ കേരളത്തിൽ ഇങ്ങോളമുള്ള 140 നിയോജക മണ്ഡലങ്ങളിൽ 100 മണ്ഡലങ്ങളിലെങ്കിലും വിജയം നേടണമെന്നും ഏകദേശം 100 മണ്ഡലങ്ങളിൽ വിജയിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് UDF കൊണ്ടെത്തിക്കണമെന്നുമൊക്കെ UDF ഇപ്പോഴത്തെ നേതാക്കളായിട്ടുള്ള VD സതീശൻ അടക്കമുള്ളവർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ, പക്ഷേ അവർ വിജയിച്ചു വന്നാൽ, UDF എന്ന് പറയപ്പെടുന്ന സംവിധാനം, സംഘടനാ സംവിധാനം വിജയിച്ചു വന്നാൽ, അല്ലെങ്കിൽ ആ മുന്നണി വിജയിച്ചു വന്നാൽ അവരിൽ ആരാണ് മുഖ്യമന്ത്രി, ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരും ഓൺലൈൻ വാർത്തക്കാരും ഒക്കെ പലതരത്തിലുള്ള പേരുകൾ പടച്ചുവിടുന്നുണ്ട്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള അതിൻ്റെ ഒരു സത്യാവസ്ഥയുമില്ല എന്നുകൂടി പറയട്ടെ. കാരണം ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. UDF വിജയിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് വരെ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഇന്ന് നയിക്കുന്നവർ ചിലപ്പോൾ അവരുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുന്ന സാഹചര്യം അവർക്കുണ്ടാകില്ല. അത് പലപ്പോഴും അങ്ങനെയാണ്. UDF ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് AICCയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ വരുന്ന കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വളരെ വലുതായി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് AICCയുടെ സമ്പൂർണമായ നിരീക്ഷണത്തിലായിരിക്കും ഈ വരുന്ന തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ഇങ്ങനെ മുഖ്യമന്ത്രി പദം ആർക്കാണ് എന്നുള്ളത് ചോദ്യം വളരെ സജീവമായി ഉണ്ടാകുമായിരുന്നു. അത് കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിൽ ഒന്നുകിൽ AK ആന്റണി, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, അല്ലെങ്കിൽ K കരുണാകരൻ എന്നൊക്കെ പറയുന്ന 90കളിലെ 80കളിലെ 2000 വരെയുള്ള കാലഘട്ടങ്ങളിലെ അത്തരത്തിലുള്ള പ്രവർത്തികൾ നമ്മൾ കണ്ടതാണ്. 2016ഓടുകൂടി അതിനൊരു അവസാനം ഉണ്ടായിരിക്കുന്നു. 2016-ൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേക്ക് എത്തപ്പെടുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തപ്പെടുന്നു. വീണ്ടും അന്ന് വരെ കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത വിധം ഒരു തുടർ ഭരണം ഉണ്ടാകുന്നു 2001-ൽ. അതും പിണറായി വിജയൻ സർക്കാരിൻ്റെതാണ്. അങ്ങനെ 2 ടേം 5-10 വർഷക്കാലം കേരളം ഭരിക്കുവാൻ പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒപ്പം തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിലും 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും മൂന്നാമതൊരു അംഗത്തിനു കൂടി തയ്യാറെടുക്കുകയാണ്, മൂന്നാമതൊരു വിജയത്തിനു കൂടി തയ്യാറെടുക്കുകയാണ് CPM. അവിടെയാണ് പലതരത്തിലുള്ള പ്രചരണ പരിപാടികൾ അവർ മുന്നോട്ട് വയ്ക്കുമ്പോഴേക്കും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അപ്പോഴും അവിടെയും ഈ പറയുന്ന പോലെ കോൺഗ്രസുകാരിൽ ആരാണ് മുഖ്യമന്ത്രി, വരാൻ ഒട്ടനവധി VD സതീശനാണോ, K മുരളീധരനാണോ, രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ, ശശി തരൂരാണോ, K സുധാകരനാണോ, ഇങ്ങനെ ചോദ്യങ്ങൾ പലതായി പല നേതാക്കന്മാരുടെ പേരുകളും ചേർത്ത് വരുന്നുണ്ട് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി. പക്ഷേ അവരൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ആരെയും ഒരാളെയും ഉയർത്തിക്കാട്ടിക്കൊണ്ട്, മുഖ്യമന്ത്രി പദത്തിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകണ്ട. ഹൈക്കമാൻഡ് ഒരു തീരുമാനം ഉണ്ടാക്കും. ആ ഹൈക്കമാൻഡ് പറയുന്ന ആളായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത്. ശരിയാകട്ടെ, അത്തരത്തിലാകട്ടെ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ അതുകൊണ്ട് തന്നെ താനില്ല എന്ന് ശശി തരൂർ MP ആദ്യമേ ഹൈക്കമാൻഡിനെ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചു കഴിഞ്ഞു. ആഴ്ചകൾക്ക് മുൻപേ തന്നെ ഡൽഹിയിൽ മല്ലികാർജുന ഖാർഗെയുമായിട്ടും രാഹുൽ ഗാന്ധിയുമായിട്ടൊക്കെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തരൂർ ഇത്തരത്തിലുള്ളൊരു തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇതോടെ തരൂരിനെ മുൻനിർത്തി മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ടിരുന്ന കേരളത്തിലെ ചില കോൺഗ്രസുകാരുണ്ടായിരുന്നു. അങ്ങനെ അഭ്യൂഹങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നതിന് ആ അഭ്യൂഹങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള വിരാമമായിരിക്കാം. അതേസമയം കേരളത്തിൽ പാർട്ടിക്ക് കരുത്തേകാൻ തരൂർ സജീവമായിട്ട് രംഗത്തുണ്ടാകുമെന്ന് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് വരെ ആരും മുഖ്യമന്ത്രി പദമോഹം കോൺഗ്രസിൽ ആളിക്കത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആളിക്കത്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക, ഇതും ഹൈക്കമാൻഡിന്റെ ഒരു നിർദ്ദേശമാണ്. അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയില്ല. UDF എന്ന് പറയപ്പെടുന്ന സംവിധാനം, അല്ലെങ്കിൽ UDF എന്ന് പറയപ്പെടുന്ന മുന്നണി വിജയിക്കുകയാണ് എങ്കിൽ ആ വോട്ടെണ്ണൽ കഴിഞ്ഞ് അടുത്ത മണിക്കൂറുകളിൽ തന്നെ മുഖ്യമന്ത്രി ആരെ എന്ന് AICC പ്രഖ്യാപിക്കുമെന്നുള്ള തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് പിന്നിലെ രാഷ്ട്രീയ കളികളൊക്കെ എല്ലാവർക്കും അറിയാം. ആ കളികൾ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം പറയുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ സ്വയം അവതരിപ്പിക്കുവാൻ പദ്ധതിയൊന്നുമില്ല എന്ന് തരൂർ നേതൃത്വത്തെ അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ UDF എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം തന്റെ തലയിൽ വരരുത് എന്ന ജാഗ്രതയും അദ്ദേഹം ഇതിനോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. നഗരപ്രദേശങ്ങളിലും നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും തരൂരിനുള്ള സ്വാധീനം അത് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഖാർഗെയും KPCCയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വയനാട് നേതൃക്യാമ്പിൽ തരൂർ സജീവമായിട്ടുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയം പോലുള്ള നിർണായക തീരുമാനങ്ങളിൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ വിശ്വാസത്തിലെടുക്കണമെന്ന് തരൂർ ആവശ്യപ്പെടുന്നു. 50% യുവ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന വി ഡി സതീശന്റെ പ്രസ്താവനയിൽ മുതിർന്ന നേതാക്കളുമായിട്ട് ചർച്ച വേണമെന്ന് തരൂർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ തരൂർ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം. UDF അധികാരത്തിൽ വന്നാൽ തരൂരിന് അർഹമായിട്ടുള്ള പരിഗണനകൾ നൽകും. നഗരപ്രദേശങ്ങളിലും ക്രൈസ്തവ നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും തരൂരിനുള്ള സ്വാധീനം എന്ന് പറയപ്പെടുന്നത് അത് പരമാവധി ഉപയോഗിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. തരൂർ കേരളത്തിലെ തന്നെ കോൺഗ്രസിന്റെ താരപ്രചാരകനായിരിക്കുമെന്ന് തന്നെയാണ് KC വേണുഗോപാൽ അടക്കം പറയുന്നത്. മുൻപ് മോദിയെ പുകഴ്ത്തിയ തരൂരിന്റെ നിലപാട് പാർട്ടിയെ വേദനിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ തരൂരിന് കാര്യങ്ങൾ വ്യക്തമായി എന്നാണ് വേണുഗോപാൽ പറയുന്നത്. കോൺഗ്രസിൽ നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് പറയപ്പെടുമ്പോഴും അത്തരത്തിലൊരു തർക്കം CPM സൃഷ്ടിയാണ് എന്ന് KC പറയുമ്പോഴും KCയുടെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. KC നിങ്ങളത് പറയരുത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ വീഡിയോയുടെ അവസാനത്തിലേക്ക് എത്തപ്പെടുമ്പോൾ മുഖ്യമന്ത്രി ആരെയും ഇപ്പോൾ ഉയർത്തി കാണിക്കേണ്ട എന്ന് പറയപ്പെടുന്നത് KC വേണുഗോപാലാണ്. അല്ലെങ്കിൽ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുന ഖാർഗെയും കൊണ്ട് അത്തരത്തിൽ പറയിപ്പിച്ചതാണ് ഒരിക്കലും സതീശനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കുവാൻ. ഏറെ നാളായി കോൺഗ്രസ് നേതൃത്വവുമായിട്ട് അകത്തു നിന്നിരുന്ന ശശി തരൂർ പാർട്ടി ലൈനിലേക്ക് തിരിച്ചെത്തുന്നു എന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ നടന്ന കോൺഗ്രസ് നേതൃക്യാമ്പിൽ തരൂർ സജീവമായിട്ട് പങ്കെടുത്തു. ആ നേതൃത്വവുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ പറഞ്ഞവസാനിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. മോദി അനുകൂല നിലപാടുകളുടെ പേരിൽ മുൻപുയർന്ന വിവാദങ്ങൾ ക്യാമ്പിലെ ചർച്ചകളോടെ മഞ്ഞുരുകി എന്നാണ് പറയപ്പെടുന്നത്. അടിസ്ഥാനപരമായിട്ട് പാർട്ടിയും താനും പറയുന്നത് ഒന്നാണേ എന്നും 17 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം അനാവശ്യ തെറ്റിദ്ധാരണകളുടെ ആവശ്യമില്ല എന്നുമൊക്കെയാണ് തരൂര് കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് തന്റെ പ്രസംഗങ്ങളും എഴുത്തും കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ ആ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിട്ട് തരൂർ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. നിയമസഭയിലേക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ താൻ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം ഹൈക്കമാൻഡിനോട് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കമാൻഡാണ് അതിന് തീരുമാനമെടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളെ അടക്കം തള്ളിപ്പറയുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസും എത്തിച്ചേർന്നിരിക്കുന്നു. അതായത് അന്യമതസ്ഥരെ നിന്ദിക്കുന്നത് ഗുരുനിന്ദയാണ് എന്നും ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകളെ എന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. മുസ്ലിം ലീഗുമായിട്ട് സീറ്റ് വിഭജനത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നും അതിനിടെ മലപ്പുറത്തിന് പുറമെ മധ്യ ദക്ഷിണ കേരളത്തിലും ലീഗ് അധിക സീറ്റുകൾ ആവശ്യപ്പെടുമെന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം വരുമ്പോഴും ലീഗിലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി പരിഹരിക്കപ്പെട്ട് UDF ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് KC വേണുഗോപാൽ അടക്കം പറയുന്നത്.